ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ കോഴിക്കോടാണ്. കോഴിക്കോട് ഒരാഴ്ചയുണ്ട്. ഒരാഴ്ച ഫേമസ് ആയിട്ടുള്ള എല്ലാ ഫുഡ്സും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഗെയിമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആദ്യമേ തന്നെ ഫേമസ് ആയിട്ടുള്ള പാരഗൺ ഹോട്ടലിലേക്ക്, മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു സ്റ്റേയിൽ നിന്നൊരു ഊബർ ബുക്ക് ചെയ്തു. നേരെ പാരഗണിൽ പോയി. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ സിംഗിൾ ആയതുകൊണ്ട്, അതായത് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട്, നോട്ട് ദ പോയിന്റ്, ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് മാത്രം എളുപ്പം കയറിയിരിക്കാൻ പറ്റി. അപ്പം തന്നെ ഇതിൻ്റെ ആ നെയ്യുടെയും ചിക്കൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് ചെയ്തൊരു മണം അടിച്ച് എൻ്റെ മോനെ വിശപ്പൊക്കെ കൂടി. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ചമ്മന്തിയും കൂടെ കൂട്ടി ആ ചിക്കനും കൂടി ഇങ്ങനെ എടുത്തിങ്ങനെ കുഴച്ചടിച്ചപ്പോൾ ആഹാ സ്വർഗം. ഒരു ചിക്കൻ ബിരിയാണിക്ക് 230 രൂപയായി ഗൈസ്. അപ്പോൾ പാരഗണിയിൽ നിന്ന് ഒരു ബിരിയാണി അടയ്ക്കൂ. ചിക്കനൊക്കെ നാണിങ്ങനെ പൊളി സാധനം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് 25 രൂപയ്ക്ക് ഒരു പൊളി സർബത്ത് കിട്ടുമെന്ന് പറഞ്ഞ് അടുത്ത അതിലേക്കുള്ള യാത്രയാണ്. ഇതാണ് ആ സർബത്ത് കട. മിക്സ് സർബത്ത്. ഗായ്സ്, ഇതാണ് ആ മിൽക്ക് സർബത്ത്. നമ്മുടെ പാരഗൺ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണിത്. അമൂലിൻ്റെ ഐസ്ക്രീം ഒക്കെ കഴിക്കില്ല, അതുപോലെ ഇരിക്കുന്നുണ്ട്. 25 രൂപയ്ക്ക് മുട്ടായി സാധനം. സമയം 3 മണി. ഐസ് വരത്തി കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മിക്ക ആൾക്കാർക്ക് ഇതൊരു ഓവർ റേറ്റഡ് സാധനമാണ് ഈ ഐശ്വരത്തി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 20 രൂപയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു വിഷയ സംഭവം ഉണ്ടായി. ഞാനിതിൻ്റെ പൈസ കൊടുക്കാൻ മറന്നുപോയി. പക്ഷേ ഞാൻ ഇത് ഓടി തിരിച്ച് വന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ എടുത്ത് പറയാം, അതൊന്നും സാരമുള്ള മോനെ, പടച്ചവൻ തരുമെന്ന്. കോഴിക്കോടുള്ളവരൊക്കെ നല്ല മനുഷ്യരെന്ന് പറയേണ്ട ഇതാണ്. പൈസ കൊടുത്തു കേട്ടോ. രാത്രി അടുത്തൊന്നും വല്ല പാഴ്സലും വാങ്ങിച്ച് കഴിക്കാമെന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നല്ല വിശപ്പ്. അങ്ങനെ ഫേമസ് ആദാമിൻ്റെ ചായക്കടയിലേക്ക് ഉള്ള എൻട്രി. വന്നോളി, കയറിക്കോളി, ഇരുന്നോളി, നല്ലോണം തിന്നോളി. ഇതിൽ കണ്ടിട്ട് പഞ്ചാര അടിച്ച പൊറോട്ട, ഹാൻഡ് സ്ട്രെച്ച്ഡ് ലെയർ പൊറോട്ട അഡോണ്ട് വിത്ത് യുണീക് സോസസ് ആൻഡ് അക്കമ്പനീസസ്. ഇതിൻ്റെ കൂടെ ഗ്ലൗസ് ഒക്കെ എടുത്ത് ഓപ്പറേഷൻ ചെയ്യും. തേൻ, വൈറ്റ് എന്തോ സോസാണ്, പാലാണ്, പഞ്ചസാര. ഫ്രൈഡ് പൊറോട്ട, പഴം, നോർമൽ പൊറോട്ട, തേന്, പാല്, പഞ്ചസാര, പപ്പടം. അടിപൊളി ഗൈസ്. അപ്പോൾ ഡേ 1 ഫുഡ് എക്സ്പ്ലോറിങ് കഴിഞ്ഞു.
വല്ലാത്തൊരു കൊഴുപ്പ് തന്നെയായിരുന്നു. എന്തൊക്കെ കഴിച്ചെന്നൊരു പിടിയില്ല. അപ്പോൾ നമുക്ക് നാളെ ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ഫുഡ്. അങ്ങനെ കോളേജിലെ കൂട്ടുകാരൻ അരുൺ ചന്ദിൻ്റെ കൂടെ കുബാബ മന്തിയിലേക്കുള്ള യാത്ര. ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് കുറച്ചേ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഒരു അൽഫാൽസ്ലാഫ് മന്തിയും ഒരു ബീഫ് റിബ് മന്തിയും പറഞ്ഞു. ഇവനാണവൻ, അരുൺ ചന്ദ് കാക്ക. എന്തിനീ മന്തിക്കടയിൽ ഇത്രയും തിരക്കെന്നുള്ളത് ഇത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പോളി ബീഫും നല്ല പോളി ചിക്കനും. ഗായ്സ്, അങ്ങനെ ജോലി കഴിഞ്ഞ് ഇറങ്ങി മടിയായി ദൂരെ എങ്ങോട്ടെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. അപ്പോൾ മധുരം കഴിക്കാനും ആഗ്രഹമുണ്ട്, ചിക്കൻ കഴിക്കാനും ആഗ്രഹമുണ്ട്. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇവിടെ കോവൂർ റോഡിൽ ഒരുപാട് കടകളുണ്ടെന്ന്. അങ്ങനെ നോക്കി വന്ന് അവസാനം ഒരു കട കണ്ട്, പൻബോയ്. ഒരു കൊറിയൻ ജ്യൂസി ക്രീം പന്നും ഒരു ഓറിയോ കുക്കീസ് ബബിൾ ഷേക്കും ഒരു ചിക്കൻ സിംഗർ ബർഗറും പറഞ്ഞു. നിങ്ങൾ മധുരത്തിൻ്റെ ആളാണ്, ക്രീം ബന്നിൻ്റെ ഒക്കെ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കിട്ടില്ല ക്രീം ബന്നാണിത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ജ്യൂസി നമുക്കിങ്ങനെ തിന്ന് മത്ത് പിടിക്കുമെങ്കിൽ പോലും അത് പിന്നെയും കഴിക്കാനുള്ളൊരു ടെൻഡൻസി തോന്നും. അമ്മാതിരി സാധനമായിരുന്നു. വേണ്ട, ഫിംഗർ ലിക്കിങ് കൂട്ട്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട്. നമ്മുടെ റഹ്മത്തിലാണ് വന്നിട്ടുള്ളത്, ഫേമസ് ബീഫ് ബിരിയാണി കഴിക്കാൻ. ഈ കോഴിക്കോടുള്ള ബിരിയാണികളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവർ ചിക്കൻ ആയാലും ബീഫായാലും നല്ല വേവിച്ച് അതിങ്ങനെ നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് പിതുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ അത് എന്ത് ടേസ്റ്റാണെന്നറിയോ. പിന്നെ ഇവർ ആ നെയ്യ് ഉപയോഗിക്കുന്നത്, കഴിച്ച് കഴിഞ്ഞിട്ടും ആ നെയ്യിലെ ഫ്ലേവറൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. കൂടെ ഒരു മിൻറ്റ് ലൈമോ. ഞാൻ കോഴിക്കോട് 1 വീക്ക് ട്രെയിനിങ്ങിന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് ഉണ്ടായിരുന്ന എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്ത സച്ചു ബ്രോ എന്നെ വന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും ഫ്രഷ് ആവാനുള്ള സൗകര്യവും എന്നെ കൊണ്ട് തിരിച്ച് ഹോസ്റ്റലിലാക്കി. ആ ഹോസ്റ്റലിൻ്റെ അവസ്ഥ കണ്ട് എന്നെ കൊണ്ട് അവിടെ നിന്ന് മാറ്റി ഒരു ലോഡ്ജിലാക്കി. ഈ 4-ാം ദിവസവും എന്നെ വന്ന് പിക്ക് ചെയ്ത് നേരെ കൊണ്ടുപോയി റഹ്മത്തിലെ ബീഫ് ബിരിയാണി വാങ്ങിച്ചു തന്ന് എനിക്ക് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് മുട്ടായി തെരുവിൽ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞ ഒരു കോഴിക്കോടൻ രത്നം. താങ്ക് യു സച്ചു ബ്രോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ. അതായത് ഇന്നും കൂടെ ഉള്ളൂ ഫുഡടി കറക്കമൊക്കെ. നാളെ രാത്രി ട്രെയിൻ കയറണം ഓഫീസ് കഴിഞ്ഞാൽ. അപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞെത്തി. പിന്നെ ഒരു റീല് കണ്ടതാണ്. അതായത് കോഴിക്കോട് പോപ്പായ്സ് കിച്ചണിൽ ഒരു 24 ചിക്കൻ പീസ് പല ഫ്ലേവറിൽ കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. തൂക്കിയാലോ ഗായ്സ്. വിചാരിച്ചതുപോലെ തന്നെ ഇവിടെ അത് സ്റ്റോക്ക് ഔട്ടാണ്, 24 പീസിൻ്റെത്. പക്ഷെ അതിൽ വന്നതിൽ കൊറിയൻ ചിക്കൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഞാനൊരു 8 പീസ് കൊറിയൻ ചിക്കനും ഒരു മാംഗോ മൗസ് ജാർ ചീസ് കേക്ക് പോലത്തെ സാധനം, പിന്നെ ഒരു ക്യാൻ ട്രൈ ചെയ്യാം. കൊറിയൻ സ്പൈസി ചിക്കൻ എത്തിയിട്ടുണ്ട്. പിന്നെ പോപ്പായുടെ മാംഗോ മൗസ് ചീസ് കേക്ക്. പൊളി സാധനം. കൊറിയൻ റാമനൊക്കെ അതിൻ്റെ സോസ് പോലത്തെ ടേസ്റ്റൊക്കെ നമുക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 8 പീസ് തീർന്നു അറിഞ്ഞില്ല, അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ബഡ്ജറ്റ് കമ്മി. നല്ല എരിയുണ്ട്, പക്ഷെ നല്ല കൊറിയൻ സോസ് ആയതുകൊണ്ടേ നമ്മളിരുന്നങ്ങ് കഴിച്ചു. അതിനു വേണ്ടിയാണ് ഈ ഒരു മാംഗോ മൗസ്. മാംഗോ ഫ്ലേവർ, മാംഗോ ചീസ് ബ്രൗണി പോലത്തെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടാവും. പൊളി സാധനം.
കറക്റ്റ് എരിക്ക് ഉള്ള ആശ്വാസമായിട്ട് ഈ കേക്ക്. എന്നാൽ ഇത് അടിപൊളി ടേസ്റ്റ്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ വെറും സെലക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. നോക്കാം, കോഴിക്കോടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒറ്റ ലൈഫേ ഉള്ളൂടാ. പിന്നെ എന്തൊരു ഷുഗർ, എന്തൊരു കൊളസ്ട്രോള്, അത് കട്ടിയിടാൻ കേട്ടോ. അല്ല, അസുഖം അത് ചത്തുപോകും.